വിശ്വംശാലി ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, മാതാവിന്റെ പെരുന്നാളിന് ഒരുക്കമായി നമ്മൾ നടത്തിവന്ന ഈ പ്രാർത്ഥനാ ദിനങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനാ ദിനങ്ങൾ ഇന്നുകൊണ്ട് സമാപിക്കുകയാണ്. ഈ കുരിശടി സ്ഥാപിച്ചിട്ട് ഏതാണ്ട് 50 വർഷം കഴിഞ്ഞ് 51ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സുവർണ ജൂബിലി നാം ആരും അറിയാതെ കടന്നുപോയി. അപ്പോൾ ഇന്ന് പടിയറ പിതാവ് 1975 നടക്കല്ലിട്ടു എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വളരെ പുരാതനമായ അല്ലെങ്കിൽ വളരെ നാളുകളായി നാട്ടുകളോടും കാലമായിട്ട് ഈ പ്രദേശത്ത് തലയോർത്ത് നിൽക്കുന്ന മാതാവിന്റെ വലിയൊരു സാന്നിധ്യമാണ് ഈ കുരിശടി. ഇവിടെ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചത് വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് യാതൊരു കാലാവസ്ഥയുടെ പ്രാതികൂല്യമില്ലാതെ മനോഹരമായിട്ട് ജപമാല പ്രദക്ഷിണം നടത്തുവാൻ നമുക്ക് സാധിച്ചു. അതിന് പരിശുദ്ധ കന്യാമറിയത്തെ അമ്മയോട് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ മാതാവിനെ കുറിച്ചുള്ള ഭക്തിയോടൊപ്പം തന്നെ മാതാവിനെ കുറിച്ചുള്ള പ്രബോധനം കൂടി സഭ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഹ്വാനത്തെ പിന്തുണച്ചുകൊണ്ടാണ് നമ്മൾ ചില വിഷയങ്ങൾ സ്ഥാനമാക്കി വിചിന്തനങ്ങൾ നടത്തിയത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പരിശുദ്ധ കന്യകാമറിയം ലോക രാജ്ഞിയാണ്. മാതാവ് അത്യുന്നതന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അദ്ദേഹത്തിന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിലുള്ള അദ്ദേഹം എന്നുമാളും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല എന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞ വാക്ക് അതാണ്. നമ്മൾ 22-23 വാക്കുകൾ മാലാഖായുടെ സന്ദേശമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പൊ അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അപ്പൊ ഈശോയുടെ മഹത്തായ ആ രാജ്യത്തിന്റെ അവസാനം ഉണ്ടാകാത്ത രാജ്യത്തിലെ സ്വർഗീയ റാണിയാണ് പരിശുദ്ധ കന്യകാമറിയം. കത്തോലിക്കാ സഭയുടെ വേദോപദേശ സംഹിത 482 ഖണ്ഡിക പറയുന്നത് മറിയത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നതെല്ലാം ഈശോമിശിഹായിലുള്ള സഭയുടെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ്. ഈശോമിശിഹായെ ആധാരമാക്കിയാണ് നമ്മൾ മറിയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ മാതാവിനെ രാജ്ഞി എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണ്? രാജഭരണം അവസാനിച്ചു. ഒരിക്കലും ഒരു രാജസിംഹാസനത്തിൽ മറിയം കയറി ഇരുന്നിട്ടില്ല. എങ്ങനെയാണ് മാതാവിനെ രാജ്ഞി എന്ന് വിളിക്കുവാൻ കഴിയുന്നത് എന്ന് പലരും ചോദിക്കും. വാസ്തവത്തിൽ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ബൈബിൾ ഭാഷയിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ബൈബിളിൽ ഒരു രാജാവിന്റെ രാജ്ഞി എന്ന് പറയുന്നത് രാജാവിന്റെ ഭാര്യയല്ല. രാജ്ഞി എന്ന് പറയുന്നത് രാജാവിന്റെ അമ്മയാണ്. അതാണ് നമ്മൾ ഈ 1 രാജാക്കന്മാർ 2:19 ബേർശബ തന്റെ മകനായ സോളമന്റെ അടുത്ത് ചെന്നപ്പോൾ സോളമൻ രാജാവ് തന്റെ അമ്മ അടുത്ത് വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് അവളെ വണങ്ങി അഭിവാദനം ചെയ്യുന്നതാണ്. അസതി സോളമന്റെ ഭാര്യയാണ് രാജ്ഞിയായിട്ടിരിക്കേണ്ടത്. സോളമന് 500-ലധികം ഭാര്യമാരുണ്ടായിരുന്നാണ് എഴുതിയിരിക്കുന്നത്. അവരാരാണ് രാജ്ഞിയാകുന്നത്? ഏതായാലും അതൊരു സോളമനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ രാജ്ഞി രാജമാതാവാണ്. മാതാവ് വരുമ്പോൾ, അമ്മ വരുമ്പോൾ എഴുന്നേൽക്കുകയാണ്. അതുപോലെ രാജമാതാവിന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ രാജാവിന്റെ അടുത്ത് ഉണർത്തുക. അപ്പോൾ ഈ രാജമാതാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം വാക്യത്തിൽ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നീ അത് കളയരുത് എന്ന് ഈ അമ്മ പറയുമ്പോൾ മകൻ പറയുകയാണ്, രാജാവ് സോളമൻ പറയുകയാണ്, അമ്മ പറയുക ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. രാജമാതാവ് പറയുന്നത് രാജ്ഞി, രാജാവിന്റെ അമ്മ പറയുന്നത് ഒരിക്കലും രാജാവ് തള്ളിക്കളയുകയില്ല. രാജാവും രാജമാതാവുമാണ് കിരീടം ധരിച്ചിരിക്കുന്നത്. യെരമ്യായുടെ പുസ്തകം 13:18 രാജാവും രാജമാതാവും കിരീടം ധരിച്ചിരിക്കുന്ന അവർക്ക് ഉണ്ടാകുന്ന പതനത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഓഫീർ പൊന്നണിഞ്ഞ രാജ്ഞി വലതുവശത്ത്, സങ്കീർത്തനം 45:9 അപ്പോൾ പൊന്നണിഞ്ഞ് ഓഫീർ പൊന്നണിന്റെ വസ്ത്രമണിഞ്ഞ രാജ്ഞി ഇരിക്കുന്നത് വലതുവശത്ത് എന്ന് സൂചിപ്പിക്കുന്നത് ആ രാജ്ഞിയുടെ രാജ്യപദവി പ്രത്യേകിച്ച് മാതാവിനെ സൂചിപ്പിക്കുന്നതാണ്. യാക്കോബിന്റെ ഭവനത്തിൽ എന്നേക്കും ഭരണം നടത്തുന്ന ആ പുത്രൻ തമ്പുരാനായ ഈശോമിശിഹായുടെ രാജ്യത്തിൽ, ഈശോയുടെ രാജ്യം ഏത് രാജ്യമാണ്? അവന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിൽ ഉള്ള ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്. സ്വർഗീയമായ രാജ്യം, മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ രാജ്യത്തിന്റെ രാജ്ഞി ആരായിരിക്കും? ഈശോയുടെ അമ്മ. അതുകൊണ്ടാണ് മാതാവിനെ സ്വർഗീയ രാജ്ഞി, സ്വർലോക രാജ്ഞി എന്ന് വിളിക്കുവാൻ കാരണം അതാണ്. മാതാവിന്റെ ആ വലിയ അനുഗ്രഹത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് നമുക്കറിയാമല്ലോ, അബ്രാഹത്തിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രൻ ഈശോമിശിഹായുടെ ജനനാവലി പുസ്തകം എന്നാണ്. അതിൽ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിന് 14 എന്നുള്ള കണക്കാണ്. ആദ്യം മുതൽ 14, വീണ്ടും 14, അങ്ങനെ 14 കണക്കുകൾ പറയുകയാണ്. ഈ 14ന്റെ സംഖ്യാമൂലം എന്ന് പറയുന്നത് 3 അക്ഷരങ്ങൾ, ദാവീദ്, ദാലസ്, വാവ്, ദാലത്ത്, അത് 3 ചേർക്കുമ്പോൾ
ഉണ്ടാകുന്ന 14 എന്ന അക്കമാണ്. അപ്പൊ ഈ 14 തലമുറകളുടെ കാര്യം പറയുന്നതിന്റെ കാരണം രാജവംശമായിരുന്നു. രാജവംശത്തിലാണ് ഈശോ ജനിച്ചത്, ദാവീദിന്റെ പുത്രനാണെന്നാണ്. അവിടെ യഥാർത്ഥ രാജാവായ അമ്മനുവേൽ, ദൈവം നമ്മുടെ കൂടെ ഭരിക്കുന്നവനായ രാജാവിന്റെ ആ അമ്മയാണ് വിശുദ്ധ കന്യകാമറിയം. മിഖായുടെ പ്രവചനം, ഇസ്രായേലിനെ ഭരിക്കുവാനുള്ളവൻ, മിഖ 5:2, ഭരിക്കാനുള്ളവൻ ബേത്ലഹേമിൽ നിന്ന് പുറപ്പെടും, ബേത്ലഹേം എഫ്രാത്ത എന്നീ യൂദാ ഭവനങ്ങളെ നോക്കി പ്രവചിക്കുക മിഖ പ്രവാചകൻ. ഭരിക്കാനുള്ളവൻ ഈശോ മിശിഹായാണ്. അങ്ങനെയെങ്കിൽ ആ ഭരണത്തിന്റെ രാജ്ഞി ഈശോയുടെ അമ്മയാണ്. അതുകൊണ്ട് ബൈബിൾ അടിസ്ഥാനമായി നോക്കുമ്പോൾ ഈശോയുടെ അമ്മയ്ക്ക് വലിയ മഹത്വം കൊടുക്കുകയാണ്. കിഴക്കുന്ന് വന്ന ജ്ഞാനികൾ, അതാണ് സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം, അമ്മയായ മറിയത്തെ ഈശോടൊപ്പം കണ്ട് കുമ്പിട്ടു എന്നാണ് പറയുന്നത്. സ്വയം കുമ്പിടുന്നുണ്ട്, ഒന്നിച്ച് കുമ്പിടുകയാണ്. അതിന്റെ അർത്ഥം അവരുടെ സ്വർണം കൊടുക്കുന്നത് രാജാവിന് കൊടുക്കുന്ന കാഴ്ചയാണ്. അപ്പൊ രാജകീയമായ ഒരു ജനനമാണ് അത് എന്ന് നക്ഷത്രം ആകാശത്തു നിന്നും വിളിച്ചു പറഞ്ഞു. അതിന്റെ അടയാളം കണ്ട് കിഴക്ക് നിന്ന് ജ്ഞാനികൾ വന്ന് മാതാവിന്റെയും ഈശോയുടെ മുമ്പിൽ കുമ്പിടുകയാണ്. അപ്പൊ അത് വലിയൊരു മിശിഹായുടെ രാജ്ഞി പദവി മാതാവിനുണ്ട് എന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈശോ മിശിഹ ആരാണ്? വെളിപാടിന്റെ പുസ്തകം 17-14 സൂചിപ്പിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമാണ് ഈശോ മിശിഹ. രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ ആ ഈശോ മിശിഹായുടെ അമ്മ റാണിമാരുടെ റാണിയും രാജ്ഞിമാരുടെ രാജ്ഞിയുമാണ്. അതുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ അമ്മയുടെ വലിയ പദവി, ആ പദവിയാണ് യോഹന്നാൻ തന്റെ ദർശനത്തിൽ കണ്ടത്. ഇതാ ഞാൻ സ്വർഗത്തിൽ കിരീടം ധരിച്ചിരിക്കുന്ന 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ചിരിക്കുന്ന ഒരു രാജ്ഞിയെ കാണുന്നു. അത് സൂര്യന്റെ തേജസ്സുള്ള ചന്ദ്രന്റെ പദവിടമാക്കിയ ആ വലിയ രാജ്ഞി ആരാണത്? രാജ്ഞി മാതാവാണ്. കന്യകാമറിയം സ്വർലോക രാജ്ഞിയായി വാണരുളുന്നതായി യോഹന്നാൻ ദർശിക്കുകയാണ്. അതുകൊണ്ട് ആ രാജ്ഞി പദവി, കർത്താവിന്റെ അമ്മ, ആ പദവി, അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 2:43 കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാൻ എനിക്ക് എന്ത് ഭാഗ്യം ഉണ്ടായി എന്ന് ചോദിക്കുക. കർത്താവിന്റെ അമ്മ, അത് രാജ്ഞി പദവിയാണ് കർത്താവിന്റെ അമ്മ എന്ന് പറയുമ്പോൾ. ലൂക്ക 1:52 മാതാവ് തന്നെ പറയുന്നുണ്ട്, ശക്തരെ സിംഹാസനത്തിൽ താഴെയിറക്കി താഴ്ന്നവരെ അവൻ ഉയർത്തും. സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നത് ആരാണ്? അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തെ രാജ്ഞി എന്ന് ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കന്യകാമറിയമാണ് രാജ്ഞിയാണ്. സഭാപിതാക്കന്മാര് ബൈബിൾ കാലഘട്ടത്തിന് ശേഷം വന്നിട്ടുള്ള വിശുദ്ധരും വിജ്ഞാനികളുമായ സഭയുടെ നായകരായിരുന്നു. ഇരണേയൂസ്, അദ്ദേഹം യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനായ പോളികാർപ്പിന്റെ ശിഷ്യൻ, അടുത്ത തലമുറയാണ്. ഈശോയുടെ അടുത്ത 202 അദ്ദേഹം കാലം ചെയ്യുന്നത്. ഇരണേയൂസ് പറയുന്നത് മാതാവ് ആരാണ്? 2-ാം ഹവ്വായാണ്. പ്രഭുവി എന്നാണ് വിളിക്കുന്നത് മാതാവിനെ. രാജ്ഞി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. രാജ്ഞ പദവിയുള്ളതാണ്. ഒരിജിൻ പറയുന്നത് മാതാവ് ആരാണ്? ഷീസ് മൈ ലേഡി, എന്റെ രാജസ്ത്രീ എന്നാണ്. അപ്പൊ മാതാവിന് ഒരിജിൻ എന്ന് പറയുന്ന വലിയ സഭാപിതാവ് പറയുന്നത് 253 കാലം. എന്നാൽ മാതാവിനെ രാജ്ഞി ഏറ്റവും സ്പഷ്ടമായിട്ട് ആദ്യം വിളിച്ചത്, അതിൽ നമുക്ക് അഭിമാനിക്കാം, സുറിയാനി സഭാപിതാവായ മാർ അപ്രയമാണ്. രാജ്ഞി എന്ന് വിളിക്കും. അതായത് യഥാർത്ഥത്തിൽ രാജ്ഞിയാണ്. ഭൂമിയിലെ രാജ്ഞിയാണ്, സ്വർഗത്തിലെയും രാജ്ഞിയാണ് എന്ന് പറയുന്നത്. വിശുദ്ധ ജെറോം വിളിക്കുന്നത് മാതാവിനെ ഡോമിന എന്നാണ്. ഡോമിന, സ്ത്രീകൾക്ക് ഡോമിന എന്ന് പേരിടാറുണ്ട്. അപ്പോൾ ഡോമിനസ് എന്ന് പറഞ്ഞ ഈശോയാണ്. ഡോമിന എന്ന് പറയുന്നത് കർത്താവിന്റെ മർത്തമറിയോ എന്ന് പറയുന്നത് പോലെയുള്ള ഭാഷയിൽ മാതാവിനെ വിളിക്കുകയാണ്. ജോൺ ഡൊമിഷ്യൻ പൗരസ്ത്യ സഭയിലെ അവസാനത്തെ പൗരസ്ത്യ സഭാപിതാവാണ്. 749 കാലം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഈസ് ദ ക്യൂൻ ആൻഡ് റൂളർ എന്ന് പറയാം. ക്യൂനാണ്, രാജ്ഞിയാണ്, ഭരണകർത്താവുമാണെന്നാണ് പറയുന്നത്. ബൈസന്റൈൻ പാത്രാക്കീസ് ആയിരുന്ന ജർമാനൂസ് 733 കാലം ചെയ്ത് അദ്ദേഹം വിശുദ്ധ കുർബാനയെ കുറിച്ച് വ്യാഖ്യാനം എഴുതിയ, ബൈസന്റൈൻ ഗ്രീക്ക് കുർബാനയെ കുറിച്ച് വ്യാഖ്യാനം എഴുതിയ ആദ്യത്തെ ആളാണ്. അവരുടെ സഭയുടെ തലവനായിരുന്നു. അദ്ദേഹം പറയുന്നത് മേരി ക്യൂൻ, കന്യാമറിയം ക്യൂൻ മേരി. മാതാവ് ഒരു രാജ്ഞിയാണെന്നുള്ളത് സഭയിലെ ഇടമുറിയാത്ത പാരമ്പര്യമാണ് മാതാവിന്. അതുകൊണ്ടാണ് മാതാവിനെ കുറിച്ച് 12-ാം പീസ് മാർപ്പാപ്പ ആദി ചേലി റെജീന ഒക്ടോബർ 11, 1954 തിരുവെഴുത്തിൽ പറയുന്ന പേര് സ്വർലോക രാജ്ഞി എന്നാണ് പേരിട്ടിരിക്കുന്നത് തന്നെ. ദ ക്യൂൻ ഓഫ് ഹെവൻ എന്നാണ് ചാക്ര ലേഖനത്തിന്റെ പേര്. അങ്ങനെ മാതാവിന്റെ രാജ്ഞിപദം സൂചിപ്പിക്കുന്ന നിരവധി എഴുത്തുകളുണ്ട്, നിരവധി പാട്ടുകളുണ്ട്, സംഗീതമുണ്ട്. നമുക്കറിയാം രാജകന്യകയെ മനോഹരത്തിന്റെ അമ്മയെ സൃഷ്ടി എന്ന് പറയുന്നത് സാൽവേ റെജീന എന്നുള്ള മനോഹരമായ ഒരു ഗീതമാണ്. സാൽവേ റെജീന, അത് വെസ്റ്റേൺ പടിഞ്ഞാറൻ സഭയിലെ മാത്രമല്ല നമ്മുടെ സഭയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൊന്ത ചെല്ലുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥനയാണ് സാൽവേ റെജീന. ആ ഗീതം 1154 കാലം ചെയ്ത വലിയൊരു സന്യാസി ഹെർമൻ റൈഹിനവ് എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജർമ്മൻകാരനാണ്. അദ്ദേഹം എഴുതിയ പാട്ടാണ്. അതിന്റെ അവസാനത്തെ ഭാഗം മാതിരിയുള്ള കന്യാമറിയം എന്നുള്ള ഭാഗം വിശുദ്ധ ബെർണാർഡ് എഴുതുന്നതാണ്.
സാൽവെ റെജീന. സാൽവെ റെജീന, മാതർ മിസെരികോർഡിയേ, Vita dulcedo, espes nostra salve. ഇതാണ് സാധാരണക്കാർക്ക് വേണ്ടി പാടാനുള്ള പാട്ട്. അതേസമയം ലോകപ്രസിദ്ധ സംഗീതജ്ഞന്മാരായ മൊസാർട്ട്, വിവാൽഡി, ഷൂബർട്ട് ഇവരൊക്കെ സാൽവെ റെജീന ട്യൂൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവരെല്ലാം സാൽവെ റെജീന പാടുന്ന കാണാൻ അവരുടെ സിംഫണികൾ കാണാൻ സാധിക്കും. അങ്ങനെ ലോകപ്രസിദ്ധരായ സംഗീതജ്ഞർ ബഹുമാനിച്ച് പാടിയ പാട്ടാണ് സാൽവെ റെജീന. രാത്രി ജപത്തിന്റെ ഭാഗമാണ് ലാറ്റിൻ കാനോന ജപത്തില്. അങ്ങനെ സ്വർലോകരാജ്ഞി ഈസ്റ്റർ കാലത്ത് നമ്മൾ ചെല്ലുന്നതാണ്. അപ്പോൾ മാതാവിന്റെ രാജ്ഞി പദം, അതേക്കുറിച്ച് നമ്മളുടെ ലുഥനിയായിൽ 13 പ്രാവശ്യം രാജ്ഞി എന്ന് വിളിക്കുന്നുണ്ട്. അത് ഓരോന്നും ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. മാലാഹമാരുടെ രാജ്ഞി എന്ന് പറയുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന രാജ്ഞി എന്നാണ്. ബാബാന്മാരുടെ രാജ്ഞി എന്ന് പറഞ്ഞാൽ ആരാണ്? ബാബാന്മാരാരാണ്? അത് അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും പിതാക്കന്മാരാണ് ബാബാന്മാരുടെ രാജ്ഞി. ദീർഘദർശികളുടെ രാജ്ഞി എന്ന് പറയുമ്പോൾ ഈശോയെക്കുറിച്ച് പ്രവചനം നടത്തിയ യെശയ്യാ, മിഖ അങ്ങനെയൊക്കെയുള്ള പ്രവാചകന്മാരുടെ രാജ്ഞി എന്നാണ്. അങ്ങനെ വിവിധമായിട്ടുള്ള രാജ്ഞി എന്നുള്ള പലതരത്തില് വിളിക്കുന്ന കാണാൻ സാധിക്കും. ദീർഘദർശികളുടെ രാജ്ഞി. അപ്പം യെശയ്യായുടെ പുസ്തകം യെശയ്യാ 7:14 ഉദാഹരണത്തിന് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഈശോയെ കുറിച്ച് പ്രവചിച്ച രാജ്ഞി അതാണ്. അതുകൊണ്ടാണ് ദീർഘദർശികളുടെ രാജ്ഞി, രക്തസാക്ഷികളുടെ രാജ്ഞി അങ്ങനെയൊക്കെ വിളിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ അവദാനങ്ങൾ കീർത്തിക്കുന്ന ലുഥനിയ മാതാവിന്റെ രാജ്ഞിപദത്തിലാണ് അവസാനിക്കുന്നത്. ഇങ്ങനെയാണ് സ്വർലോക രാജ്ഞി എന്ന് വിളിക്കുന്നത്. കൊണ്ടാണ് എഴുത്തുകളിലും പാട്ടുകളിലും മാത്രമല്ല ഈ രാജ്ഞിപദം ചിത്രകലകളിലും ആലേഖനം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മാതാവിന്റെ രാജ്ഞിയായിരിക്കുന്ന ഏറ്റവും പുരാതന ചിത്രം 6-ാം നൂറ്റാണ്ടില് റോമിലെ സാന്ത മരിയ റെജീന എന്ന് പറയുന്ന ഐക്കൺ, അത് റോമന്റെ സ്ഥലത്തുള്ള ഒരു ദേവാലയത്തില് ഈ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ മുടി ധരിച്ചിരിക്കുന്ന രാജ്ഞി പദത്തിലിരിക്കുന്ന ആളായിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 12-ാം പീസ് മാർപ്പാപ്പ റോമിലെ ഏറ്റവും വലിയ മരിയൻ ദേവാലയം മരിയ മജോറെ, ആ ദേവാലയത്തിലെ മാതാവിന്റെ ഐക്കണിന്റെ മുകളിൽ ഒരു സ്വർണ്ണ കിരീടം ചാർത്തുകയുണ്ട്. ആ മാതാവിനോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടി ആ സ്വർണ്ണ കിരീടം ചാർത്തും. അതിൽ പ്രസിദ്ധമായ മാതാവിന്റെ ഐക്കൺ ഹഗിയ സോഫിയ, ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി, ഇപ്പോൾ അതൊരു മോസ്കായി മാറിയിട്ടുണ്ട്. ആ മോസ്ക് കാഴ്ച ബംഗ്ലാവായിരുന്നു, വീണ്ടും മോസ്ക് ആക്കി മാറ്റി, നമുക്കറിയാമല്ലോ. ആ ഹഗിയ സോഫിയയിലെ ഏറ്റവും പ്രധാന സ്ഥാനത്തിരിക്കുന്ന മാതാവിന്റെ മൊസൈക്ക്, അത് സ്വർണം കൊണ്ടുള്ള മൊസൈക്കാണ്. സ്വർണം ഭിത്തിയിൽ ഒട്ടിച്ചുള്ള മൊസൈക്കാണ്. 6.5 അടി നീളം, 5.5 അടി വീതിയുള്ള വലിയൊരു മാതാവായിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പടം കാണാൻ സാധിക്കും. സ്വർണ്ണമാണ്. അത് പൊളിച്ചു കളഞ്ഞാൽ അതിന്റെ ഭിത്തിക്ക് രക്ഷ ഉണ്ടാകുന്നതുകൊണ്ട് അവരാരും പൊളിച്ചില്ല. മാത്രമല്ല മുഹമ്മദിന് മാതാവിനോട് ഭക്തി ഉണ്ടായിരുന്നത് കൊണ്ടും ഇസ്ലാം അന്നത്തെ ആളുകൾ അത് നശിപ്പിച്ചില്ല. ഇപ്പോഴത് പിന്നീട് അത് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് മ്യൂസിയം ആക്കിയപ്പോഴുള്ള ഒരു ഗുണം അത് സന്ദർശകർക്ക് അത് കാണാൻ സാധിക്കും. മാതാവിന്റെ സിംഹാസനത്തിലിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഐക്കൺ 1150 വർഷം പഴക്കമുള്ള ഐക്കണാണ് മാതാവിന്റെ. ഏറ്റവും മനോഹരമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആ രാജ്ഞിപദം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പശ്ചാത്തലത്തില് സഭാപിതാക്കന്മാരുടെ പഠനത്തില് സംഗീത പാരമ്പര്യങ്ങളില് കലാപാരമ്പര്യങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സഭയുടെ ഒരു വിശ്വാസ പ്രത്യേക കൗൺസിലിന്റെ സഭയെക്കുറിച്ചുള്ള രേഖയില് 59-ാം ഖണ്ഡികയിൽ അവിടെ പറയുന്നുണ്ട്, നാഥന്മാരുടെ നാഥനും പാപത്തെയും മരണത്തെയും ജയിച്ചവനുമായ തന്റെ പുത്രനോട് പൂർണ്ണമായി അനുരൂപപ്പെടാൻ വേണ്ടി പ്രപഞ്ച റാണിയായി അവൾ അവരോധിക്കപ്പെട്ടിരിക്കുന്നു. സഭയുടെ ഏറ്റവും ഔദ്യോഗികമായ പ്രബോധനമാണ്. മാതാവിനെ പ്രപഞ്ച റാണിയായി ദൈവം അവരോധിച്ചിരിക്കുന്നു. ആ സ്വർഗീയ രാജ്ഞിയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ സ്വർഗീയ രാജ്ഞി ചോദിക്കുന്നത് എന്തും മകൻ ചെയ്തു തരും. അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അപ്പൊ മാതാവ് രാജ്ഞി എന്ന് പറയുന്നതിന്റെ അർത്ഥം മാതാവിന്റെ ദൈവികമായ ആ സ്വർഗീയമായ ആ പുത്രനോട് ചേർന്നുള്ള മാധ്യസ്ഥ ശക്തി മാതാവിനുണ്ട്. ആ രാജ്ഞിയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ രാജ്ഞിയോട് ആശ്രയം തേടുമ്പോൾ, ആ സ്വർഗീയ രാജ്ഞി നമുക്കൊരു മാതൃകയാണ്, ഒരു മധ്യസ്ഥയാണ്. ആ സ്വർഗീയ രാജ്ഞിയുടെ പക്കലേക്കുള്ള യാത്രയിലാണ് ഈ ഭൂമിയിൽ എല്ലാവരും. അവിടെ നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ വിഷമങ്ങളിൽ, പ്രതിസന്ധികളിൽ ഓടിയെത്തുവാൻ ശക്തിയുള്ള ഒരു മധ്യസ്ഥയായിട്ട് സ്വർഗത്തിൽ നമ്മുടെ അമ്മയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് തിരുനാൾ ആചരിക്കാം. നമ്മുടെ പ്രാർത്ഥന തുടരാം.